അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് വെക്റ്റർ അനാലിസിസ് ആയിരുന്നു. വാട്ട് ഈസ് എ വെക്റ്റർ, എങ്ങനെ നമുക്ക് വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാം, ഗ്രാഫിക്കലി എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, ജോമെട്രിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അനലിറ്റിക്കലി റെക്ടാങ്കുലർ കമ്പോണൻറ്റ് ഫോംസിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, എങ്ങനെ നമുക്കതിൻ്റെ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം, എങ്ങനെ വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ വെക്റ്റേഴ്സിനെ പറ്റി ഇനിയും ഉണ്ട്, ധാരാളം ഇനിയും പഠിക്കാനുണ്ട് വെക്റ്റർ അനാലിസിസിൽ. പക്ഷെ നമുക്ക് ഈ +1 +2 കോഴ്സിൽ നമുക്ക് ആവശ്യമുള്ള ഫിസിക്സ് അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള വെക്റ്റേഴ്സ് മാത്രമേ നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇനിയും വെക്റ്റർ അനാലിസിസ് ഉണ്ട്, വെക്റ്റർ കാൽക്കുലസ് ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഫിസിക്സ് ഓർ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിവേ ദിസ് ഈസ് ദ ബേസ്. ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ട് വെക്റ്റർ എന്താണ്, വെക്റ്ററിൻ്റെ മാനിപ്പുലേഷൻസ്, അതായത് ആഡ് ചെയ്യുന്നത്, ഓപ്പറേഷൻസ് എന്ന് പറയാം, സബ്ട്രാക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് നല്ല ഒരു ബേസ് ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ലോ ഓഫ് വെക്റ്റർ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വിവിധ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. കേവലം നമ്മൾ ഈ +1 ഈ ചാപ്റ്ററിൽ മാത്രമല്ല, വരുന്ന പല ചാപ്റ്ററുകളിലും നമുക്ക് ഈ വെക്റ്റേഴ്സിൻ്റെ പല പ്രോപ്പർട്ടികളും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് +2 കോഴ്സിൽ, +2 ഫിസിക്സിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വെക്ടറിൻ്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ +1 പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വെക്ടർ മറന്നു പോകരുത്, കാരണം +2 നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ +2 അത് തുടർന്നും നിങ്ങൾ ഫിസിക്സോ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഫീൽഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെയും നിങ്ങൾക്ക് വെക്ടറിനെ കാണാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ ആൻഡ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നന്നായി മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ളതാണ്. പ്ലെയിനിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പം അതിൻ്റെ ഡൈനാമിക്സ് പറയുക, അതിൻ്റെ മെക്കാനിക്സ് പറയുക, ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ പഠിക്കുമ്പോഴാണ് നമുക്ക് ഡിറക്ഷൻ വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. എൻ്റെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിലാണ്, അല്ലെങ്കിൽ പ്ലെയിനിലൂടെയോ സ്പേസിലൂടെയോ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തൊരു പ്രശ്നമായി വരുന്നത്, ഡിറക്ഷൻ ഒരു വളരെ പ്രോബ്ലം ആയിട്ട് വരുന്നത്. കാരണം ഒരു പ്ലെയിനിൽ നമുക്ക് ഇൻഫിനിറ്റ് ഡിറക്ഷൻസ് പോസിബിൾ ആണ്, എത്ര വേണമെങ്കിലും ഡിറക്ഷൻസ് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് സ്പേസിലും നമുക്ക് ഇൻഫിനിറ്റ് ഡിറക്ഷൻസ് പോസിബിൾ ആണ്. പക്ഷെ ഒരു 1 ഡയമെൻഷൻ മോഷനിൽ 2 ഡിറക്ഷനേ ഉണ്ടാവുള്ളൂ, ഒന്നല്ലെങ്കിൽ മുന്നോട്ട് അല്ലെങ്കിൽ പിറകിലോട്ട്, ഒന്നല്ലെങ്കിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്, ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ഈ ചാപ്റ്ററിൽ ഡിറക്ഷൻ പ്രശ്നമായി വന്നതുകൊണ്ടാണ് വെക്ടറിനെ പറ്റി പരിചയപ്പെട്ടത്, വെക്ടറിനെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ അത് ഏകദേശം എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ദ ചാപ്റ്റർ കഴിഞ്ഞു. നൗ വി മൂവ് ടു അപ്ലൈ ദ ഫിസിക്സ്. ഈ വെക്ടർ ഉപയോഗിച്ച് നമുക്ക് ഫിസിക്സ് എങ്ങനെ പറയാം, മോഷൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ ഇപ്പോഴാണ് മോഷൻ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻ എ പ്ലെയിൻ. സോ ഐ ജസ്റ്റ് റൈറ്റ് ദ ഹെഡിങ്, ദാറ്റ് ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ, ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ഇറ്റ്സ് പൊസിഷൻ, ഇറ്റ്സ് വെലോസിറ്റി, ഇറ്റ്സ് ആക്സലറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ എഴുതാം, ആൻഡ് ഹൗ ക്യാൻ വി റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ. ഒരു ഒബ്ജക്റ്റ് പ്ലെയിനിലൂടെ പോകുമ്പം നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ്റെ മുകളിലൂടെ പോവുകയാണ്. ലുക്ക് അറ്റ് ദിസ് സിറ്റുവേഷൻ, ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക, ഒരു എക്സ് കോർഡിനേറ്റ് ഉപയോഗിച്ച് പറഞ്ഞാൽ മതി. ഒരു ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ ലൊക്കേഷൻ ഇതാണെന്ന് വിചാരിക്കുക, റെപ്രസെൻറ്റഡ് ബൈ x1 അറ്റ് ടൈം t1 എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ലൊക്കേഷൻ ഇതാണ് x1. വേറൊരു സമയത്ത് t2 എന്ന് പറയുന്ന മറ്റൊരു സമയത്ത് അതിൻ്റെ ലൊക്കേഷൻ x2. t3 എന്ന് പറയുന്ന ഒരു സമയത്ത് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് x3. സോ ലൊക്കേഷൻ ഓർ പൊസിഷൻ ഓഫ് എ ബോഡി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് x കോർഡിനേറ്റ് ഇൻ 1 ഡയമെൻഷൻ. 1 ഡയമെൻഷനിൽ നമുക്കതിനെ എക്സ് കോർഡിനേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം റെപ്രസെൻറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നിനെ പറ്റിയും ആലോചിക്കേണ്ട കാര്യമില്ല. എക്സ് കോർഡിനേറ്റ് ഇസ് ഇനഫ്. വിവിധ എക്സ് വാല്യൂകൾ പറഞ്ഞാൽ ഇപ്പോൾ 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ ഏതാണോ പ്രോപ്പർ യൂണിറ്റ് അതും, അതുപോലെ തന്നെ ആ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് വിത്ത് റെസ്പെക്ട് ടു ആൻ ആർബിറ്ററി ഒറിജിൻ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലൊക്കേഷൻ വളരെ ഈസി ആയിട്ട് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ ഈസി അല്ല ഒരു പ്ലെയിനിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ.
ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പ്ലെയിനിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി 2 കോർഡിനേറ്റുകൾ വേണ്ടി വരും അല്ലേ? അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയാൻ എക്സും വേണ്ടി വരും, വൈയും വേണ്ടി വരും. അങ്ങനെ 2 കോർഡിനേറ്റുകൾ ആവശ്യമായി വരുന്നത് കൊണ്ടാണ് അതിനെ 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇനി സ്പേസിലൂടെയാണ് ഒരു ഒബ്ജക്റ്റ് പോകുന്നതെങ്കിലോ 3 കോർഡിനേറ്റുകൾ ആവശ്യമായിട്ട് വരും. അങ്ങനെയാണ് അതിനെ 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. സോ ലുക്ക് അറ്റ് എ ഫിഗർ. ഈ ഫിഗർ നോക്കൂ. ഇത് പ്ലെയിൻ ആണ് കാണിക്കുന്നത്, XY പ്ലെയിൻ, ഒരു പ്രതലം. ഈ പ്രതലത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെ ഈ പ്രതലത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കാണിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കാണിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 1 ഡയമെൻഷണൽ മോഷനിൽ പൊസിഷൻ കാണിക്കാൻ നമ്മൾ എക്സ് കോർഡിനേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് ദ ബോഡി ഈസ് മൂവിങ് അലോങ് എക്സ് ഡിറക്ഷൻ ഓർ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലൂടെയാണ് ആ ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ എക്സ് പോയിന്റുകൾ മാത്രം കാണിച്ചാൽ മതി. ഇഫ് ഇറ്റ് ഇസ് മൂവിങ് അലോങ് ദ വൈ ഡിറക്ഷൻ, വൈ കോർഡിനേറ്റുകൾ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഒരൊറ്റ ആക്സിസ് ഉള്ളതുകൊണ്ട് നമുക്കത് ഏത് കോർഡിനേറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഏത് ഡിറക്ഷനിലാണെങ്കിലും അതിന് എക്സ് കോർഡിനേറ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. പക്ഷേ പ്ലെയിനിലൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു 2 കോർഡിനേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്, സേ എക്സ് ആൻഡ് വൈ. ഇത് കുറച്ചുകൂടെ കൃത്യമായി പ്രിസൈസ് ആയിട്ട് പറയാൻ നമ്മൾ ആ പൊസിഷൻ കാണിക്കാൻ ഒരു വെക്റ്ററാണ് ഉപയോഗിക്കുന്നത്. സോ പൊസിഷൻ കാണിക്കാൻ നമ്മളൊരു വെക്റ്റർ ഉപയോഗിക്കുന്നു. ആ വെക്റ്ററിനെ വിളിക്കുന്ന പേര് പൊസിഷൻ വെക്റ്റർ. That vector is known as position vector. അതിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്റ്റർ. ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഈ ഫിഗർ നോക്കുമ്പോൾ സപ്പോസ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നത് ഈ പൊസിഷനിലാണെന്ന് വിചാരിക്കുക. ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റിൽ ഈ ലൊക്കേഷനിലാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നിൽക്കുന്നത് ഈ ലൊക്കേഷനിലാണ്. ആ ലൊക്കേഷൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോമ വൈ ആണെന്ന് കരുതുക. ദ കോർഡിനേറ്റ് ഇസ് എക്സ് കോമ വൈ. വേറെ എക്സ് ആൻഡ് വൈ ആർ അറിയാമല്ലോ, നമ്മൾ പെയർഡ് നമ്പറാണ്. എക്സും വൈ നമ്പേഴ്സുകളാണ്, റിയൽ നമ്പേഴ്സുകളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലൊക്കേഷൻ. ആ ലൊക്കേഷനിലുള്ള കോർഡിനേറ്റ് എക്സ് കോമ വൈ ആണ്. അപ്പോൾ ആ കോർഡിനേറ്റിലേക്ക് ദിസ് ഇസ് ദ ഒറിജിൻ. ദിസ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ ഒ വിച്ച് ഈസ് ഒറിജിൻ. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഇതാണ് കോർഡിനേറ്റ് സിസ്റ്റം. ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനിൽ നിന്ന് ഈ ബോഡി നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അല്ലെങ്കിൽ ഒരു വെക്റ്റർ വരയ്ക്കുക. ആൻഡ് ദിസ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ആർ. വെക്റ്റർ ആർ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്റ്റർ. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ നിന്നതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച ഒരു ഡിറക്ഷൻ കാണിച്ചത്. ആൻഡ് ദിസ് ഇസ് കോൾഡ് പൊസിഷൻ വെക്റ്റർ. അപ്പോൾ പൊസിഷൻ വെക്റ്ററിൻ്റെ പർപ്പസ് എന്താണ്? ടു ഡിസ്ക്രൈബ് ദ പൊസിഷൻ ഓഫ് ദ ബോഡി ഇൻ എ പ്ലെയിൻ. പ്ലെയിനിൽ ഒരു ബോഡിയുടെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ പൊസിഷൻ വെക്റ്റർ കാണിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കൂ, സപ്പോസ് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക, ഈ ലൊക്കേഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ പൊസിഷൻ വെക്റ്റർ എങ്ങനെ വരയ്ക്കാം? ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് നിങ്ങൾ ഒരു വെക്റ്റർ. സോ ദിസ് ഇസ് ദ ലൊക്കേഷൻ. ഇതായിരിക്കും ആ സമയത്തുള്ള പൊസിഷൻ വെക്റ്റർ. അത് മറ്റൊരു വെക്റ്റർ ആയതുകൊണ്ട് ഞാനതിനെ ആർ പ്രൈം എന്നങ്ങനെ വിളിക്കുകയാണ്. ബിക്കോസ് ഇതല്ല ഇത്. അപ്പോൾ നോക്കൂ, ഇതാണ് പൊസിഷൻ വെക്റ്റർ. ആ സമയത്തുള്ള ലൊക്കേഷൻ സേ എക്സ് പ്രൈം കോമ വൈ പ്രൈം ആണെന്ന് വിചാരിക്കൂ. ആ ലൊക്കേഷൻ, ആ കോർഡിനേറ്റ് എക്സ് പ്രൈം കോമ വൈ പ്രൈം ആണെങ്കിൽ ആ പൊസിഷൻ വെക്റ്ററാണ് ഇത് കാണിച്ചിരിക്കുന്നത് ആർ പ്രൈം. ഇതിൻ്റെ ലൊക്കേഷൻ എക്സ് കോമ വൈ ആണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ആണ്. ഇനി അത് എങ്ങനെ എഴുതാം? പൊസിഷൻ വെക്റ്റർ ആർ എങ്ങനെ എഴുതാം? നിങ്ങൾക്കറിയാം, ഈ വെക്റ്ററിനെ 2 കമ്പോണൻസിൻ്റെ സമ്മായിട്ട് എഴുതിയാൽ മതി. എങ്ങനെ എഴുതുക? ഞാൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഹെഡിൽ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ ചെന്ന് മീറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് പോയിന്റ് ഇസ് നത്തിങ് ബട്ട് എക്സ്. അതാണ് എക്സ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് നിങ്ങളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ചെന്നിട്ട് മീറ്റ് ചെയ്യും. ആ പോയിന്റാണ് വൈ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഭാഗം എക്സ് ആണ്, ഇത്രയും ഭാഗം വൈ ആണ്. നിങ്ങൾക്കറിയാം, കോർഡിനേറ്റ് ജിയോമെട്രി നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പം ഇത് താഴേക്ക് വരയ്ക്കുമ്പോൾ ഈ ചെന്ന് മുട്ടുന്ന ഈ പോയിന്റ് എക്സ് ആണ്. അപ്പോൾ നോക്കൂ, ഇത്രയും ഭാഗം ഇതൊരു വെക്ടറായിട്ട് പരിഗണിച്ചാൽ എങ്ങനെ എഴുതാം? എക്സ് ഐ. ഇനി ഇതിവിടെ ചെന്ന് മുട്ടുന്ന സമയത്ത് അത് വൈ ആണ്. വൈ ജെ ക്യാപ്, എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാം, ഒരു വെക്ടറിനെ 2 റെക്റ്റാങ്കുലർ കമ്പോണൻസിൻ്റെ സമ്മായിട്ട് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് അറിയാമെങ്കിൽ ആ ലൊക്കേഷനിലുള്ള പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ എക്സ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് ഐ ക്യാപ് പ്ലസ് വൈ കോർഡിനേറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് ജെ ക്യാപ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊസിഷൻ വെക്ടർ കിട്ടും. എങ്ങനെയത് ശരിക്കും വരുന്നത്? എക്സും വൈ എങ്ങനെ വരുന്നതാ? ഇങ്ങനെ താഴത്തേക്ക് വരക്കുന്നു, ഇതിനൊരു വെക്ടറായിട്ട് പരിഗണിക്കുന്നു. ഓർമ്മയുണ്ടോ നമ്മളത് ചെയ്തത്? ഇതിനൊരു വെക്ടറായിട്ട് പരിഗണിക്കുന്നു. ആ വെക്ടറാണ് എക്സ് ഐ ക്യാപ്.
ഓക്കെ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വയ്ക്കുമ്പോൾ ഇതൊരു വെക്ടറായിട്ട് പരിഗണിക്കുന്നു, ഇത്രയുള്ളത് ഒരു വെക്ടറായിട്ട് പരിഗണിക്കുന്നു. അതാണ് വൈ ജെ ക്യാപ്. എന്നിട്ട് അറിയാലോ ഈ ഐ ക്യാപ്പും വൈ ജെ ക്യാപ്പും തമ്മിൽ ആഡ് ചെയ്യാം. ഓർമ്മയില്ലേ? ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെക്ടർ കിട്ടും. അപ്പോൾ ഏതൊരു വെക്ടറിനെയും റെക്ടാങ്കുലർ കമ്പോണൻറ്റ് ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ ആ കോർഡിനേറ്റ് അറിയാമെങ്കിൽ, അത് മാത്രം ആലോചിച്ചാൽ മതി, ആ കോർഡിനേറ്റ് നമുക്കറിയാം, എക്സ് കോമ വൈ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ അപേക്ഷിച്ചുള്ള ആ പൊസിഷൻ വെക്ടർ എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ലൊക്കേഷൻ പറയൂ. അത് വേറെ ലൊക്കേഷൻ ആണല്ലോ അല്ലേ? ഈ ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ അത് എക്സ് പ്രൈം വൈ പ്രൈം എന്നുള്ളതാണ് ആ ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാം? ആർ പ്രൈം എങ്ങനെ എഴുതാം? ആർ പ്രൈം ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ഇസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു എക്സ് പ്രൈം ഐ ക്യാപ് പ്ലസ് വൈ പ്രൈം ജെ ക്യാപ്. എക്സ് പ്രൈം ഐ ക്യാപ് പ്ലസ് വൈ പ്രൈം ജെ ക്യാപ് എന്ന് എഴുതാം. കാരണം ആ കോർഡിനേറ്റുകൾ എക്സ് കോമ വൈ ആണ്. മനസ്സിലായല്ലോ? ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ പരിഗണിക്കുകയാണ്. അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ 5,4 എന്ന് വിചാരിക്കുക. ഫൈനൽ പൊസിഷൻ 2,-1. അപ്പം ഇനീഷ്യലി ബോഡി എവിടെയാണ് നിന്നിരുന്നത്? 5,4 നിന്നത്. ഫൈനലി ബോഡി എവിടെയാണ് നിൽക്കുന്നത്? 2,-1 എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്. സോ മൈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ഓഫ് ദ ബോഡി ആൻഡ് ഫൈനൽ പൊസിഷൻ വെക്ടർ ഓഫ് ദ ബോഡി? ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ഓഫ് ദ ബോഡി ക്യാൻ ബി റിട്ടൺ ആസ്, ഞാൻ അതിനെ RI എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ. സോ RI ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാം? 5,4 വന്നിട്ടുണ്ടെങ്കിൽ ഈസി. ഇറ്റ് ഈസ് 5i cap plus 4j cap. 5i cap plus 4j cap. ഇതായിരിക്കും ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഇനി ഫൈനൽ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാം നോക്കൂ. RF ഫൈനൽ പൊസിഷൻ വെക്ടർ എന്നുള്ളത് ഞാൻ അതിന് ഡിനോട്ട് ചെയ്യണം. F stands for the final position. So that can be written as കോർഡിനേറ്റ് അറിയാം. നമുക്ക് എഴുതാം 2i cap minus 1 into j cap ആണ്. അപ്പോൾ നോക്കൂ -1 into j cap എന്നുള്ളതിനെ -j cap എന്ന് എഴുതാം. Okay, so this is the final position vector and this is the initial position vector. Got the idea? അപ്പോൾ ഇത്രയാണ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. മനസ്സിലാക്കുക മാത്രമാണ് വേണ്ടത്. ഒരു പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കാണിക്കാൻ, നമ്മൾ ഉപയോഗിക്കുന്ന വെക്ടറാണ് പൊസിഷൻ വെക്ടർ. ഇനി നമുക്കത് എങ്ങനെ എഴുതാം? ഓക്കെ, ആ പ്ലെയിനിലുള്ള ആ ഒബ്ജക്റ്റിൻ്റെ കോർഡിനേറ്റ് നമുക്കറിയാമെങ്കിൽ, എക്സ് കോമ വൈ നമുക്കറിയാമെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാം? എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്. മറ്റൊരു പൊസിഷനാണ് സേ എക്സ് പ്രൈം വൈ പ്രൈം. അപ്പോൾ ആ സമയത്തുള്ള പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാം? എക്സ് പ്രൈം ഐ ക്യാപ് പ്ലസ് വൈ പ്രൈം ജെ ക്യാപ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് പൊസിഷൻ കാണിക്കുന്നത്. അപ്പോൾ 1 ഡയമെൻഷനിൽ എങ്ങനെയാണ് പൊസിഷൻ കാണിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 2 ഡയമെൻഷനിൽ പൊസിഷൻ കാണിക്കുന്നത് പറഞ്ഞു. സോ ദിസ് ഈസ് ദ ഐഡിയ ഓഫ് പൊസിഷൻ വെക്ടർ. ഓക്കെ ആണല്ലോ? ഓക്കെ. നൗ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ്. പൊസിഷനാണ് ആയിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേസ്മെന്റ് കാണണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരുന്നു 1 ഡയമെൻഷണൽ കേസിൽ പറഞ്ഞിരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ പറയാം? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഇനീഷ്യൽ പൊസിഷൻ x1 ആണ്, ഫൈനൽ പൊസിഷൻ x2 ആണെന്ന് കരുതുക. ഞാൻ പറഞ്ഞു എക്സ് കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് 1 ഡയമെൻഷണൽ കേസിൽ നമ്മൾ പൊസിഷൻ പറയാറുള്ളത്. സോ ഇനീഷ്യൽ പൊസിഷൻ x1, ഫൈനൽ പൊസിഷൻ x2. എങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാണുക? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഡിനോട്ടഡ് ആസ് ഡെൽറ്റ എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഇങ്ങനെയാണല്ലോ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടത് 1 ഡയമെൻഷണൽ കേസിൽ. സിമിലർ ടു ദാറ്റ് എങ്ങനെ നമുക്ക് പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കാണാം ഇൻ 2 ഡയമെൻഷൻ കേസ്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കൂ, ഞാനൊരു ഫിഗർ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇതാണ്. ഇങ്ങനൊരു കർവിൻ്റെ മുകളിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. കൺസിഡർ ആൻ ഒബ്ജക്റ്റ് ഇസ് മൂവിങ് അലോങ് ദിസ് കർവ്. ഈ കർവിൻ്റെ മുകളിലൂടെ പോവുകയാണേ. അപ്പോൾ ഒരു ഇൻസ്റ്റന്റിൽ അതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് ഇതാണ്, മറ്റൊരു ഇൻസ്റ്റന്റിലുള്ള പൊസിഷൻ വെക്ടർ ഇതാണെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് ദ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ റെപ്രസെൻറ്റഡ് ബൈ ആർ. ആ കോർഡിനേറ്റ് നോക്കൂ, ആ കോർഡിനേറ്റ് എക്സ് കോമ വൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാം? ഞാനിതിവിടെ മായിച്ചു, സോറി. ആ കോർഡിനേറ്റ് എങ്ങനെ എഴുതാം? എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ അതിന് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ആറാണ്, എക്സ് കോമ വൈ ആണ് അതിൻ്റെ പോയിന്റ്സുകൾ, കോർഡിനേറ്റ് പോയിന്റ്സ്. എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് എന്ന് പറയുന്നതാണ് അതിൻ്റെ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അലോങ് ദാറ്റ് കർവ്. ആ കർവിൻ്റെ മുകളിലൂടെ അങ്ങനെ പോവുകയാണ്.
അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്. അടുത്ത ഇൻസ്റ്റൻറ്റിലുള്ള പൊസിഷൻ വെക്റ്റർ സേ ദിസ് ഇസ് ആർ പ്രൈം. ഈ ഇൻസ്റ്റൻറ്റിലുള്ള പൊസിഷൻ വെക്റ്റർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ആർ പ്രൈം. ആ കോർഡിനേറ്റ് ശ്രദ്ധിക്കൂ, ആ കോർഡിനേറ്റ് എക്സ് പ്രൈം കോമ വൈ പ്രൈം ആണെന്ന് വിചാരിക്കുക. ആ കോർഡിനേറ്റ് എക്സ് പ്രൈം കോമ വൈ പ്രൈം ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം കുട്ടികളെ? ദിസ് ഇസ് എക്സ് പ്രൈം ഐ ക്യാപ് പ്ലസ് വൈ പ്രൈം ജെ ക്യാപ്. അപ്പോൾ എക്സ് പ്രൈം ഐ ക്യാപ്പും വൈ പ്രൈം ജെ ക്യാപ്പുമാണ് ഫൈനൽ പൊസിഷൻ വെക്റ്റർ. സോ ഇനീഷ്യൽ പൊസിഷൻ വെക്റ്റർ കിട്ടി, ഫൈനൽ പൊസിഷൻ വെക്റ്റർ കിട്ടി. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഇതാണ് ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്നാണ് കിട്ടുക. നിങ്ങളിവിടെ ചെയ്തതുപോലെ x2 മൈനസ് x1 ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് പോലെ ഫൈനൽ പൊസിഷൻ വെക്റ്റർ ദാറ്റ് ഈസ് ആർ പ്രൈം മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്റ്റർ ദാറ്റ് ഈസ് ആർ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഇസ് ഡിനോട്ടഡ് ആസ് ഡെൽറ്റ ആർ. ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് ഡിനോട്ട് ചെയ്ത പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ആർ ഉപയോഗിച്ചിട്ടാണ്. സോ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ വെക്റ്റർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്റ്റർ. ഓർക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കുക, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, ഇതാണല്ലോ വൺ ഡയമെൻഷൻ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറയണം? ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നതിന് പകരം ഫൈനൽ പൊസിഷൻ വെക്റ്റർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്റ്റർ. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ എത്രയാണെന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് അത് എങ്ങനെ എഴുതാം? വേണമെങ്കിൽ അത് കാണിച്ചു തരാം. നോക്കൂ, എക്സ് പ്രൈം എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ആർ പ്രൈം എന്നുള്ളതിനെ എക്സ് പ്രൈം ഐ ക്യാപ് പ്ലസ് വൈ പ്രൈം ജെ ക്യാപ്. അറിയാലോ, ആർ പ്രൈം എന്നുള്ളതിനെ എഴുതി മൈനസ് വെക്റ്റർ ആറിനെ എങ്ങനെ എഴുതാം? എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് എന്ന് എഴുതാം. എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അതിൻ്റെ കമ്പോണൻറ്റ് ഫോമിലാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാൻ അറിയാം. എക്സ് കമ്പോണൻസ് സബ്ട്രാക്ട് ചെയ്യുക, വൈ കമ്പോണൻസ് സബ്ട്രാക്ട് ചെയ്യുക. അറിയില്ലേ? നമ്മൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. എ ബി തന്നിട്ടുണ്ട്, രണ്ട് വെക്ടേഴ്സ്. എ പ്ലസ് ബി ചെയ്യാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എ മൈനസ് ബി ചെയ്യാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇഫ് ദേ ആർ ഇൻ ദ കമ്പോണൻറ്റ് ഫോം. അല്ലെങ്കിൽ പിന്നെ ജോമെട്രി ഒക്കെ വരച്ച് ചെയ്യണം, പാരലോഗ്രാം, ലോ ഓഫ് എക്സ്ട്രഡിഷൻ ഒക്കെ ഉപയോഗിച്ച് ചെയ്യണം. അതൊന്നും ആലോചിക്കേണ്ട, കാരണം കമ്പോണൻറ്റ് ഫോംസിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റ് ഫോംസിൽ തന്നിട്ടുണ്ട്. ദർഫോർ എക്സ് കമ്പോണൻറ്റ് സബ്ട്രാക്ട് ചെയ്യുക, വൈ കമ്പോണൻറ്റ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എക്സ് പ്രൈം ഐ ക്യാപ് മൈനസ് എക്സ് ഐ ക്യാപ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം കുട്ടികളെ? ദിസ് ഇസ് എക്സ് പ്രൈം മൈനസ് എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ പ്രൈം മൈനസ് വൈ പ്രൈം ജെ ക്യാപ് മൈനസ് വൈ ജെ ക്യാപ്. അപ്പോൾ എങ്ങനെ എഴുതാം? വൈ പ്രൈം മൈനസ് വൈ ഇൻറ്റു ജെ ക്യാപ്. മനസ്സിലായോ? അപ്പോൾ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാ വെച്ചാൽ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം ഐ ക്യാപ് വൈ പ്രൈം മൈനസ് വൈ പ്രൈം ജെ ക്യാപ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇതിനെയാണ് ഞാൻ സപ്പോസ് ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുന്നത്. സോ ഡെൽറ്റ എക്സ് ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ക്യാപ്. ഇങ്ങനെയാണ് കിട്ടുക. ഇതാണ് ഡെൽറ്റ ആർ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അതെങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ക്യാപ്. What is delta x? Delta x is x cap minus x prime minus x. അതായത് അതിൻ്റെ കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്കറിയാം ഇനീഷ്യലി എക്സും വൈയും ഫൈനലി എക്സ് പ്രൈമും വൈ പ്രൈമും ആണ്. സോ എക്സ് പ്രൈം മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, ചേഞ്ച് ഇൻ എക്സ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിവിടെ കൊടുത്തത്. ഇവിടെ വൈ കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഡെൽറ്റ വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഡെൽറ്റ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ, ഡെൽറ്റ എക്സ് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ് എന്ന് എഴുതാൻ സാധിക്കും. ഇത് നോക്കൂ, ഇവിടെ നമ്മൾ ഡെൽറ്റ എക്സ് ഉള്ളതിന് x2 മൈനസ് x1, അതായത് ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അത് എക്സിൽ മാത്രമേ ഇവിടെ പരിഗണിച്ചിട്ടുള്ളൂ. അപ്പോൾ 2 ഡയമെൻഷൻ വരുന്ന സമയത്ത് വൈയിലും കൂടെയുള്ള ചേഞ്ച് കൺസിഡർ ചെയ്യണം. ആക്ച്വലി ദിസ് ഈസ് the displacement in the x direction, this is the displacement in the y direction. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ പ്ലെയിൻ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു പ്ലെയിനിലെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആക്ച്വലി എന്തിൻ്റെയൊക്കെ സമ്മാണ്? എക്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് വൈയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടോറിക്കിന് ആഡ് ചെയ്തതിന് ഈക്വലാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കർവ് പോകുന്ന ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ വരച്ച് ശ്രദ്ധിച്ചോ, നീല കളറിൽ അതെങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആൻഡ് യു സ്റ്റഡീഡ് ദാറ്റ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ലീസ്റ്റ് ഡിസ്റ്റൻസ് ആണ്.
അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഒരു യുക്ലീഡിയൻ സ്പേസിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് all of you know that രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ യുക്ലീഡിയൻ സ്പേസ്. അപ്പോൾ അതുകൊണ്ട് അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ല. ആക്ച്വൽ ഡിസ്റ്റൻസ് ഈ കർവിൻ്റെ മുകളിലൂടെയാണ് പോയത്, അത് കുറച്ചും കൂടി കൂടുതലായിരിക്കും. പക്ഷേ അവർ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസിനെയാണ് ബേസിക്കലി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സ്ട്രെയിറ്റ് ലൈൻ, ദ ഗ്രീൻ സ്ട്രെയിറ്റ് ലൈൻ, ആൻഡ് ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ഡെൽറ്റ ആർ. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഇനി അതെന്താ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തത്? ബിക്കോസ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഫ്രം ഹിയർ ടു ദർ. ഇവിടുന്ന് ഇങ്ങനെ ആ കർവിലൂടെ പോകുന്നത്, അതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എടുത്തത്. സപ്പോസ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഫ്രം ദാറ്റ് പോയിന്റ് ടു ഹിയർ, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണം. ആ സമയത്ത് ശ്രദ്ധിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആർ പ്രൈം എന്നുള്ളതായിരിക്കും ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ, ആർ എന്നുള്ളതായിരിക്കും ഫൈനൽ പൊസിഷൻ വെക്ടർ. ഇൻ സച്ച് കേസ് ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് അവിടെ നിന്ന് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ആർ പ്രൈം ആയിരിക്കും, ഫൈനൽ പൊസിഷൻ വെക്ടർ ആർ ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെന്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയും വരിക ആർ മൈനസ് ആർ പ്രൈം എന്നുള്ളതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴും മനസ്സിലുണ്ടാവുക ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ദിസ് ഇസ് ദ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ പൊസിഷൻ വെക്ടർ. ദാറ്റ്സ് വൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ ക്യാൻ ബി റിട്ടൺ ആസ് ആർ പ്രൈം മൈനസ് ആർ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലോ, അതായത് കർവ് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് പോകുന്നതെങ്കിലോ, ദിസ് വിൽ ബി ദ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ആൻഡ് ദിസ് വിൽ ബി ദ ഫൈനൽ പൊസിഷൻ വെക്ടർ. ഇൻ സച്ച് കേസ് ആർ മൈനസ് ആർ പ്രൈം എന്നായിരിക്കും കിട്ടുന്നത്. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു ഒബ്ജക്റ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോയി 5,4 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് എങ്ങോട്ട് പോയി കുട്ടികളെ 2,-1 പോയി. ഇൻ ദിസ് കേസ് വാട്ട് ഇസ് ദ പൊസിഷൻ വെക്ടർ ഓർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? പൊസിഷൻ വെക്ടർ നമ്മൾ എഴുതി, ഞാൻ അതിന് R1 R2 എന്ന് വിളിക്കുക, തൽക്കാലം പ്രൈം ഒന്നും എടുക്കണ്ട. ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ R1 ആണേ. അതെങ്ങനെ എഴുതാം മക്കളെ? 5i പ്ലസ് 4j. ഞാൻ തൽക്കാലം ഇങ്ങനെ എടുക്കുകയാണ്. വരുന്നത് R2 എന്ന് വിചാരിക്കുക, ഫൈനൽ പൊസിഷൻ വെക്ടർ എന്നുള്ള അർത്ഥത്തിൽ. ഫൈനൽ പൊസിഷൻ വെക്ടർ R2 is equal to, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 2i മൈനസ് j എന്നാണ് കിട്ടുക. ഇനി ഡെൽറ്റ ആർ എങ്ങനെ കണ്ടുപിടിക്കാം? ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡെൽറ്റ ആർ എങ്ങനെ കണ്ടുപിടിക്കാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ, R2 മൈനസ് വെക്ടർ R2 മൈനസ് വെക്ടർ R1. ഹൗ ക്യാൻ വി റൈറ്റ് ദിസ്? ദിസ് ഇസ് ഈക്വൽ ടു 2i minus j cap, that is the final position vector, minus 5i plus 4j. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഇനി 2 minus 5 എത്ര കിട്ടുക? minus 3i minus 5j. So this is the displacement vector. കണ്ടോ? അപ്പോൾ ഞാനതിൻ്റെ XY ഉപയോഗിച്ചുള്ള നൊട്ടേഷൻസ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. ആൻഡ് ഹിയർ ഐ ആം റെപ്രസെൻറ്റിംഗ് വാട്ട്? A particular example. Suppose an object whose initial coordinate is 5,4 and the final coordinate is 2,-1, and during this motion എങ്ങനെയോ പോയി, ഏതോ കർവിൻ്റെ മുകളിലൂടെ പോയി. I don't care about that. Initial position അറിയാം, final position അറിയാം, which means initial position vector അറിയാം, final position vector നമുക്കറിയാം. എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ മൈനസ് ഫൈനൽ പൊസിഷൻ വെക്ടർ, അതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ആൻഡ് യു നോ ഹൗ ടു സോൾവ് ദിസ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം, ബിക്കോസ് യു സ്റ്റഡീഡ് വെക്ടർ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻ വെക്ടറും ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.